പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശം നയനയുടെ അനിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം ആ AC അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആദർശനോട് ചോദിക്കും, ഇത് സാറിൻ്റെ അനിയനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, ഇയാൾ മാഡത്തിന് ആകെ തലവേദന ആയിരിക്കുവാണ്, മാഡത്തിന് മാത്രമല്ല ഞങ്ങൾക്കും ഒരു തലവേദന ആയിരിക്കുവാണ് എന്ന് പറയുമ്പോഴേക്കും ആദർശന് ആകെ വിഷമമാവും. ഇത് കഴിഞ്ഞ് അനന്തപുരിയിലേക്ക് എത്തുന്ന അവരെയാണ് കാണിക്കുന്നത്. അനന്തപുരിയിലേക്ക് അനി എത്തുന്നത് ആകെ മദ്യപിച്ച് ലെക്കില്ലാതെയാണല്ലോ. അത് കാണുന്ന ദേവയാനിക്ക് ആകെ വിഷമാകും. അന്നേരം ദേവയാനി ഓടി വന്ന് അനിയുടെ കോളറിന് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാടാ ഈ കാണിക്കുന്നത്? നിനക്കിതുപോലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എന്ന് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ഇത് സഹിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നയനയോട് പറയുവാണ്, മോളെ നീ നന്ദുവിനോട് പറയണം, ഇവൻ എത്രയൊക്കെ പുറകെ നടന്ന് ശല്യം ചെയ്താലും അവളുടെ മനസ്സ് മാറരുത് എന്ന് നീ പറയണമെന്ന് പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ അവളെ ഉപദേശിക്കാറുണ്ട്, പക്ഷേ അനി ഇങ്ങനെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് അനാമികയാണ് കാണിക്കുന്നത്. അനാമിക പറയുവാണ്, അനിയയുടെ വല്യമ്മ കൂടെ ഉള്ളത് കൊണ്ട് ഒരു ബലമുണ്ടായിരുന്നു ഇത്ര നാളും അനന്തപുരിയിൽ, പക്ഷേ ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് അനാമിക ആകെ വിഷമത്തോടെ പറയുന്നുണ്ട്. പിന്നീട് ആകെ സങ്കടത്തോടെ സ്റ്റേഷനിലോട്ട് കയറി വരുന്ന നന്ദുവിനെയും കാണിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, ആകെ വിഷമിച്ചിരിക്കുന്ന നന്ദുവിനെയും കാണിക്കുന്നുണ്ട്.